ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അച്ഛൻ്റെ പിറന്നാൾ ദിവസം മോള് സർപ്രൈസായിട്ട് അച്ഛന് കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി 12 മണിയാവാൻ കാത്തുനിൽക്കുകയായിരുന്നു. അവൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് അച്ഛനെ വിളിച്ച് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് അച്ഛനെ വിളിച്ചതാട്ടോ. അപ്പം ഇതാ നമുക്ക് കേക്ക് കട്ടിങ് എല്ലാം തുടങ്ങി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അച്ഛ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാനിന്നെ മാത്രമേ ഉള്ളൂ കേക്കിൽ. ഓ എൻ്റെ കൂടെ ഓ നല്ല ഫോട്ടോ. അമ്മമ്മയ്ക്ക് എടുക്കി, അമ്മമ്മയ്ക്ക് ഷുഗർ അയച്ചാൽ എടുത്താൽ മതി. ചിരിക്കണ്ട അമ്മൂമ്മേ, നല്ല കേക്കല്ലേ. ഞാനൊക്കെ ഒരു പകുതി ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവൾ മിണ്ടാതെ എൻ്റെ ഒരു അയൽവാസി കുട്ടീനോട് കേക്കൊക്കെ വാങ്ങിപ്പിച്ച് ഓർഡർ ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ 12 മണിയായപ്പോൾ വിളിച്ചതായിരുന്നു കേട്ടോ. സാധാരണ ഏട്ടനും അനിയത്തിയും കൂടിയാണ് ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ ഒപ്പിക്കാറ്. പിന്നെ അവൾക്ക് ഇവിടെ വന്നപ്പം അവരോട് പറഞ്ഞപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തു കേട്ടോ അവളെ. അപ്പം അങ്ങനെ പിന്നെ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാത്തതിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നേ. അങ്ങനെ അവൾ പെട്ടെന്ന് കാർഡൊക്കെ റെഡിയാക്കി വെച്ചതാന്ന് തോന്നും. അപ്പോൾ കാർഡൊക്കെ റെഡിയാക്കി അച്ഛന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ അതിൻ്റെ അകത്ത് വായിച്ച് നോക്കിയപ്പോൾ നല്ല വേർഡ്സ് ആട്ടോ അതിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ടോ. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വർഷം ലീവ് വന്ന് വരുമ്പോഴും നമ്മൾ ആ അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് ഇതാ പോയി. അപ്പം എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ അവിടെ പോയി വരുമ്പോൾ. പിന്നെ കാണാനും എല്ലാം നല്ലൊരു ഇതാണ്. മനസ്സിനും നല്ലൊരു എന്താ പറയുക, നല്ലൊരു കുളിർമ നൽകുന്നൊരു അന്തരീക്ഷം കൂടി കേട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ, പിന്നെ എല്ലാ അമ്പലത്തിലൊന്നും അങ്ങനെ കൂടുതൽ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. എങ്കിലും ഞാൻ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഞാൻ കുറച്ച് പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തു കേട്ടോ. അങ്ങനെ അവിടെ അയൽവാസികൾ 1-2 പേരെ അറിയുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ കുറച്ച് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മളവിടേക്ക് അമ്പലത്തിൽ പോയാലും എവിടെ പോയാലും ഒരു ഫോട്ടോ നിർബന്ധമാണല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ എല്ലാം ഒന്ന് കുറച്ചൊക്കെ ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നേ. പിന്നെ നമ്മൾ വൈകുന്നേരം നമ്മളന്ന് മോള് പറഞ്ഞു എന്തായാലും സദ്യയിലൊന്നും കാര്യം നടക്കില്ല, അപ്പോൾ ട്രീറ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വീടിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് കുറേ ആയി നാട്ടിൽ പോകുമ്പോൾ മന്തി വേണം എന്ന് പറയുന്ന, അങ്ങനെ അവൾ മന്തിയും പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക പൊറോട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെയായിരുന്നു കേട്ടോ നമ്മൾ എന്താ പറയുക ഏട്ടൻ്റെ പിറന്നാളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തരണേ.